നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് പ്രാഥമിക വിവര ശേഖരണം നടത്തിയിരിക്കുന്നു. വാദം കേട്ടിരിക്കുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ADM നവീൻ ബാബുവിന്റെ ഈ കേസ് കേട്ടിരുന്നതെങ്കിലും ഇപ്പോൾ കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് കേട്ടത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യയും കുടുംബവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇന്ന് വാദം കേൾക്കുമ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകം ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊരു ഹർജി നൽകിയത്? ഈ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് തെളിയിക്കുവാൻ വേണ്ടി എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കൈകളിലുള്ളത്? അഥവാ അങ്ങനെ ഈ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് നിങ്ങൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ ആവണം. അതിനെന്ത് തെളിവാണ് ഉള്ളത്? അത്തരത്തിൽ ഉള്ള തെളിവുകളുമായി കോടതിയിൽ വരണം എന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകം നിർദ്ദേശിച്ചത്. എതിർ കക്ഷികൾ, അതായത് പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നവർ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് എന്നതുകൊണ്ട് മാത്രം ഒരു കേസിന്റെ അന്വേഷണത്തെ എങ്ങനെയാണ് വഴിതെറ്റിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ കേസ് അന്വേഷണം നിഷ്പക്ഷമായിരിക്കില്ല എന്ന് കരുതാൻ അതുമാത്രം മതിയാകുമോ? രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ ഉൾപ്പെട്ട കേസുകളിൽ എന്തുകൊണ്ടാണ് നിഷ്പക്ഷ അന്വേഷണം നടക്കില്ല എന്ന് നിങ്ങൾ പറയുന്നത്? അതിന് മതിയായ കാരണങ്ങൾ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? എന്നാൽ ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിന് തയ്യാറാണോ എന്ന് സർക്കാരിനോട് കോടതി ചോദിക്കുകയുണ്ടായി. ഞങ്ങൾ ഇതിന് തയ്യാറല്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിഭാഷകൻ അറിയിച്ചത്. ഇതിനിടയിൽ കോടതിയിൽ ഉണ്ടായിരുന്ന DGP കൃത്യമായ വിവരം കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ വിഷയത്തിൽ വിശദമായ ഒരു സത്യവാങ്മൂലം നൽകാൻ തയ്യാറാണ്. കേസ് അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. യാതൊരു തരത്തിലുള്ള പക്ഷപാതവും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് DGP പറഞ്ഞത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന ഈ ഹർജിയിൽ എന്തടിസ്ഥാനമാണുള്ളത്? അഥവാ ഈ കേസ് കൃത്യമായ രീതിയിലല്ല പോകുന്നത്, CBI അന്വേഷണം വേണം എന്നുള്ളതിന് എന്താണ് ആധാരമായി എടുത്തുയർത്തി കാണിക്കുവാൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുള്ളത് എന്നാണ് കോടതി ചോദിച്ചത്. പക്ഷപാതപരമായി തന്നെയാണ് അന്വേഷണം പോകുന്നത് എന്ന് തെളിയിക്കാൻ എന്ത് തെളിവുകളാണ് ഉള്ളത്? ഈ വിഷയത്തിൽ ഈ വരുന്ന 12-ാം തീയതി കോടതി വിശദമായ വാദം കേൾക്കാൻ തയ്യാറാണ് എന്നറിയിക്കുകയും പോലീസിന്റെ ഭാഗത്തു നിന്ന് കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടും ഇന്ന് തന്നെ സമർപ്പിക്കണം എന്ന് പറയുകയും ചെയ്തു. ഗവൺമെന്റ് ഫയൽ കൗണ്ടർ അഫിഡവിറ്റ് എന്ന് തന്നെയാണ് കോടതി അതിനെ എടുത്തു പറഞ്ഞത്. എന്തായാലും പോലീസ് ഇന്ന് തന്നെ ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 12-ാം തീയതി വിശദമായ വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ കേസിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുക. എന്നാൽ CBIയോടും കോടതി ഇത്തരത്തിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഓൺലൈൻ വഴി ചോദിച്ചത്. എന്നാൽ CBIയുടെ ഭാഗത്തു നിന്നും നൽകിയ മറുപടി ഓഡിയോ അത്ര വ്യക്തമല്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും CBIയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. കോടതി ആവശ്യപ്പെട്ടാൽ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CBIയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സർക്കാർ CBI അന്വേഷണം എതിർക്കുന്നു എന്ന് തന്നെയാണ് കോടതിയിൽ പറഞ്ഞത്. കേസ് കൃത്യമായ രീതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇനി CBI വരേണ്ടതില്ല എന്നുള്ള ശാഠ്യത്തോടു കൂടിയുള്ള നിലപാടാണ് കോടതിയിൽ സർക്കാർ ഏറ്റെടുത്തത്. എന്തായാലും ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട്, കേസ് ഡയറി, CD മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കണം എന്ന് പോലീസിനോട് കൃത്യമായി തന്നെ കോടതി പറയുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ ഈ കേസിൽ, അതായത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്, കൊലപാതകത്തിന് ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ സംശയത്തിന് ആസ്പദമായി എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് പോലും കോടതി ചോദിച്ചു. പുറമെ ഏതെങ്കിലും തരത്തിൽ മുറിവുണ്ടായിരുന്നോ നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ എന്നാണ് ചോദിച്ചത്. പുറമെ ഒരു തരത്തിലും മുറിവുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പറഞ്ഞത്. എന്നാൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിലും പോസ്റ്റ്മോർട്ടം നടത്തുന്നതിലുമെല്ലാം വളരെ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായ ദിശയിലേക്കല്ല പോകുന്നത് എന്ന് തങ്ങൾ സംശയം പ്രകടിപ്പിച്ചത് എന്ന് കോടതിയിൽ പറയുകയുണ്ടായി. എന്നാൽ ഇതിന് കൃത്യമായ രീതിയിലുള്ള ഒരു വാദം കേൾക്കുമ്പോൾ, അതായത് ഡിസംബർ 12-ാം തീയതി ഈ വിഷയത്തിൽ കൃത്യമായ വാദം കേൾക്കുമ്പോൾ കോടതിയിൽ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബവും കരുതുന്നത്. ഇന്ന് കോടതി ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സർക്കാർ CBI അന്വേഷണം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഈ കേസിന്റെ അന്വേഷണം
കുറ്റമറ്റ രീതിയിലല്ല പോകുന്നത് എന്ന് തെളിയിക്കാൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സാധിക്കാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഈ കേസിൽ CBI അന്വേഷണം കോടതി ഉത്തരവിടുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല DGP ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായൊരു സത്യവാങ്മൂലം തന്നെ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തൊക്കെയോ ഭയക്കുന്നു, സർക്കാരിന് എന്തൊക്കെയോ മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വഴിയിൽ ഭയക്കുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തിന് സർക്കാർ ഒരു കാരണവശാലും തയ്യാറാകാത്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും നടന്നിട്ടുള്ള ഭൂമാഫിയകളും കോറി മാഫിയകളും ചേർന്ന് നടത്തിയ അനധികൃത ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ രേഖകൾ ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് CPM-ഉം സർക്കാരും ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തെ സംബന്ധിച്ച് CBI അന്വേഷണം വേണ്ട എന്ന് നിലപാടെടുത്തിരിക്കുന്നത്. സർക്കാർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് സർക്കാരിന് വേണ്ടപ്പെട്ട ആരെയൊക്കെയോ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ്, അഥവാ സർക്കാരിലെ തന്നെ സമുന്നതരായ ആളുകൾ നിലം പതിക്കാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്രത്തോളം ശാഠ്യപൂർവമായ ഒരു നിലപാട് സർക്കാർ കൈക്കൊള്ളുന്നത്. ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും മറ്റ് CPM-ന്റെ നേതാക്കളുമെല്ലാം പ്രഖ്യാപിക്കുകയും നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വെച്ച, അതായത് നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതകൾ അകറ്റുന്നതിന് വേണ്ടി ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും അതിനെ ഇരുകൈകളും ചേർത്ത് എതിർക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് നയം ജനം തിരിച്ചറിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വരുന്ന 12-ാം തീയതി കോടതിയിൽ ഇതിന്റെ വിശദമായ വാദം കേൾക്കുമ്പോൾ കോടതി ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കും ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സർക്കാർ നിൽക്കുന്നു, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബവും നിൽക്കുന്നു. ഇതിൽ ഏതാണ് കോടതി തള്ളുക, ഏതാണ് കൊള്ളുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.